ഹായ്, നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ദിവസേന പലതരം വേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ലൈക്ക് ഫുഡ് വേസ്റ്റ് ആവാം, പേപ്പർ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്. ഈവൻ നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ തന്നെ, എസ്പെഷ്യലി കിച്ചൺ വേസ്റ്റ് അല്ലേ, നമ്മൾ കഴിച്ച ഫുഡിൻ്റെ ബാക്കി, കറി, എല്ല്, മുള്ള്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് തുടങ്ങിയ എല്ലാം ഉണ്ടാകും. ഇതെല്ലാം നമ്മളൊരു വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുക എന്ന് കരുതുക. 2, 3, 4 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് റിമൂവ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇതെല്ലാം അടിഞ്ഞുകൂടി ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങും അല്ലേ. ഇതിലുള്ള വേസ്റ്റ് ആവട്ടെ ജീർണിക്കാൻ തുടങ്ങും. ഈ വേസ്റ്റിൽ പലതരം പാത്തജൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസീസ് കോസിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ഫംഗസ് ആവാം, അതുപോലെ തന്നെ പലതരം വേംസ്, പുഴുക്കളെല്ലാം നിറയാൻ തുടങ്ങും. ഇതിനെ ചുറ്റിപ്പറ്റി പല ഓർഗാനിസംസും വരും. ലൈക്ക് ഈച്ച, പാറ്റ, കൊതുക്, എലി, പല്ലി, കൂറ എന്ന് തുടങ്ങിയ പലതും ഇതിനെ ചുറ്റിപ്പറ്റി വരും. അതായത് ഇതിന് മൊത്തത്തിൽ ആ എൻവയോൺമെൻറ്റിനെ ഇത് കണ്ടാമിനേറ്റഡ് ആക്കും, മലിനമാക്കും. ഓക്കെ, ഇതുകൊണ്ട് എന്തെല്ലാം ദോഷമാണ് നമുക്കുണ്ടാകുന്നത്? ഇത് കാരണം നമുക്ക് പലതരം അസുഖങ്ങളുണ്ടാവും. ലൈക്ക് പാത്തജൻ അടങ്ങിയിട്ടുള്ള എയറാണ്. ഇത് കാരണം നമുക്ക് റെസ്പിറേറ്ററി ഡിസീസസ് ഉണ്ടാക്കാം, അത് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കാം, അതർ ഡിസീസസ് ലൈക്ക് മലേറിയ, ഡയറിയ, ഡെങ്കി, ഇതെല്ലാം ഇത് കാരണം ഉണ്ടാക്കാം. സോ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ബോഡിയുടെയും അവസ്ഥ. നമ്മുടെ ബോഡിയിലും ഒരുപാട് ബയോളജിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്, മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം റിസൾട്ടായിട്ട് പലതരം വേസ്റ്റും നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം വേസ്റ്റിനെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതും അടിഞ്ഞുകൂടി നമ്മുടെ ബോഡിയിൽ ടോക്സിക് കണ്ടീഷനെ ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായോ? ഇതെന്തിന് ലീഡ് ചെയ്യും? പലതരം അസുഖങ്ങൾക്ക് ലീഡ് ചെയ്യും. ഈവൻ ഇറ്റ് ക്യാൻ ലീഡ് ടു ഡെത്ത്. മനസ്സിലായോ? അപ്പം ഇത്തരം വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന വൺ ഓഫ് ദ പ്രോസസ്സാണ് എന്ത്? എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ക്രീഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് ദ മെറ്റബോളിക് വേസ്റ്റ് ഫ്രം അവർ ബോഡി. നമ്മളെ ബോഡിയിൽ നിന്ന് മെറ്റബോളിക് വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ഡീൽസ് വിത്ത് എക്സ്ക്രീഷൻ ഇൻ ഹ്യൂമൻസ്, പ്ലാന്റ്സ് ആൻഡ് അതർ ഓർഗാനിസംസ്. ആൻഡ് ഓൾസോ വി വിൽ സീ എങ്ങനെയാണ് എക്സ്ക്രീഷൻ ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. ഓക്കെ, so before class start, welcome all to my class. So എന്താണ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ? എക്സ്ക്രീഷൻ ഇസ് ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് ദ മെറ്റബോളിക് വേസ്റ്റ് ഫ്രം അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ നിന്ന് മെറ്റബോളിക് വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്ക്രീഷൻ. അപ്പോൾ എന്താണ് ഈ മെറ്റബോളിക് വേസ്റ്റ്? നമ്മുടെ ബോഡിയിൽ ഒരുപാട് സെൽസ് ഉണ്ട്. ഈ സെൽസിലെല്ലാം എന്ത് നടക്കുന്നുണ്ട്? മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് എന്ത് നമുക്ക് കിട്ടുന്നുണ്ട്? ബൈ പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. എന്താ ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ? സെല്ലിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് അല്ലേ. നമ്മൾ റെസ്പിറേഷൻ പഠിച്ചു, അത് വൺ ഓഫ് ദ മെറ്റബോളിക് ആക്ടിവിറ്റിയാണ്. അപ്പം ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ടായിട്ട് ഒരുപാട് ബൈ പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. ഈ ബൈ പ്രൊഡക്ട്സ് ഒരു ലിമിറ്റിലപ്പുറം ഫോം ചെയ്യുകയാണെങ്കിൽ, ഒരു ലിമിറ്റിലപ്പുറം എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മുടെ ബോഡിയിൽ ഡേഞ്ചർ സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നത്. പറയാം, ഞാൻ പറഞ്ഞു നമ്മുടെ ബോഡിയിലെ സെല്ലിൽ ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. മെറ്റബോളിക് ആക്ടിവിറ്റീസ് ടേക്കിംഗ് പ്ലേസ് ഇൻ അവർ സെൽ. ഇതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് എന്താ? സെവറൽ ബൈ പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ഈ മെറ്റബോളിക് ആക്ടിവിറ്റീൻ്റെ റിസൾട്ട് എക്സാമ്പിൾ എന്താ ഞാൻ പറഞ്ഞത്? റെസ്പിറേഷൻ അല്ലേ. അതിൻ്റെ എല്ലാം റിസൾട്ടായിട്ട് എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്തിട്ടുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ബൈ പ്രോഡക്ട്സ് ആയിരുന്നു. ഒരു ലിമിറ്റിൽ അപ്പുറം ഫോം ചെയ്തപ്പോൾ അതെന്തായിട്ട് മാറി? കാർബോണിക് ആസിഡായിട്ട് മാറി. എന്നിട്ട് നമ്മുടെ ബോഡിയിലെ അസിഡിറ്റിനെ ഇൻക്രീസ് ചെയ്തു. അത് പിന്നീട് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ ചേഞ്ച് വരുത്തി. അത് പിന്നെ ഹോമിയോസ്റ്റാസിസിൽ ചേഞ്ച് വരുത്തി. അപ്പോൾ അതിൽ മൊത്തം ഒരു ചേഞ്ച് വരുത്തില്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഈ സെവറൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ബൈ പ്രോഡക്ട്സും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബൈ പ്രോഡക്ട്സിൻ്റെ എല്ലാം ഫോർമേഷൻ ഒരു ലിമിറ്റിലപ്പുറം എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ഷുവർലി ദാറ്റ് വിൽ ബിക്കം ഡേഞ്ചർ ടു അവർ ബോഡി. അപ്പോൾ ഇത്തരം എക്സീഡ് ചെയ്യുന്ന ബൈ പ്രോഡക്ട്സിനെയും ചില ബൈ പ്രോഡക്ട്സ് എന്താണ്? നമ്മളെ ബോഡിയിൽ ടോക്സിക് ആണ്. അത്തരം ടോക്സിക് സബ്സ്റ്റൻസസിനെയാണ് നമ്മളിവിടെ മെറ്റബോളിക് വേസ്റ്റ് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ മെറ്റബോളിക് വേസ്റ്റ് ആണ് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആണ് എക്സീഡ് ചെയ്യുന്ന? ഈ എല്ലാം ബൈ പ്രോഡക്ട്സും എക്സ്ക്രീറ്ററി വേസ്റ്റ് ആണോ? അല്ല, എല്ലാം ഒരു ലിമിറ്റിൽ വേണം നമ്മുടെ ബോഡിക്ക്. അതിലപ്പുറം ഫോം ചെയ്യുന്നതാണ് നമ്മൾ മെറ്റബോളിക് വേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ബൈ പ്രോഡക്ട്സ് ആണ് നമ്മുടെ ബോഡിയിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ റിസൾട്ടായിട്ട് ഉണ്ടാവുന്നത്? നൈട്രോജീനിയസ് കോമ്പൗണ്ട്സ്. നൈട്രോജീനിയസ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ മെറ്റബോളിസം ഓഫ് അമിനോ ആസിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. അമിനോ ആസിഡിൻ്റെയും ന്യൂക്ലിക് ആസിഡിൻ്റെയും റിസൾട്ടായിട്ട് കിട്ടുന്ന നൈട്രോജീനിയസ് കോമ്പൗണ്ട്സ്. ഓക്കെ, ഈ നൈട്രോജീനിയസ് കോമ്പൗണ്ട്സിൽ തന്നെ അമോണിയ എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് ഉണ്ട്. അത് നമ്മുടെ ബോഡിയിൽ ടോക്സിക് ആണ്. അപ്പോൾ അത് മെറ്റബോളിക് വേസ്റ്റ് ആണ്.
അപ്പം നൈട്രജനിയസ് കോമ്പൗണ്ട് ആസ് എ റിസൾട്ട് ഓഫ് മെറ്റബോളിസം ഓഫ് ന്യൂക്ലിക് ആസിഡ് ആൻഡ് അമിനോ ആസിഡ്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വി നോ ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ. ഓക്കെ, അപ്പം ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ലിമിറ്റിലപ്പുറം ഫോം ചെയ്യുന്നത് എന്താണ്? ഡേഞ്ചറാണ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ബാക്കിയുള്ള ബൈ പ്രൊഡക്ട്സും ഒരു ലിമിറ്റിലപ്പുറം ഫോം ചെയ്യുന്നത് നമ്മളെ ബോഡിക്ക് ഡേഞ്ചറാണ്. അവയാണ് നമ്മൾ മെറ്റബോളിക് വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. ആ വേസ്റ്റിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്ക്രീഷൻ. ഓക്കെ, പിന്നെ അത് ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് സോൾട്ട് ആവാം, ഫോസ്ഫേറ്റ്, സൾഫേറ്റ്, ഇങ്ങനെ തുടങ്ങിയ പലതും ആവാം. അപ്പം ഇത്തരം ഈ വേസ്റ്റിനെല്ലാം നമ്മളെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഈ ബൈ പ്രൊഡക്ട്സിനെ എക്സീഡ് ചെയ്യുന്ന ബൈ പ്രൊഡക്ട്സിനെ അല്ലെങ്കിൽ ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ടാക്കുന്ന ബൈ പ്രൊഡക്ട്സിനെ നമ്മളെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്ക്രീഷൻ. അപ്പോൾ ഈ എക്സ്ക്രീഷൻ ചെയ്യുന്നതോടുകൂടി നമ്മളെ ബോഡിയിൽ ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസ് പറഞ്ഞിരുന്നു അല്ലേ? കാർബോണിക് ആസിഡായിട്ട് അത് നമ്മുടെ ബോഡിയിൽ ആസിഡിറ്റി കൂട്ടി, അത് നമ്മുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ ചേഞ്ച് വരുത്തി, ഫൈനലി ഹോമിയോസ്റ്റാസിസിനെ ചേഞ്ച് വരുത്തി. അപ്പോൾ ആ ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ റെസ്പിറേറ്ററി സിസ്റ്റം എന്താ ചെയ്തത്? ആ എക്സസ് ആയിട്ട് വന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സ്പെൽ ചെയ്തു. ആ എക്സ്പെൽ ചെയ്തതോടുകൂടി ഇതെല്ലാം ചേഞ്ച് വന്നു അല്ലേ? ഹോമിയോസ്റ്റാസിസ് എല്ലാം മാറി നോർമലായി. മനസ്സിലായോ? അപ്പം നമ്മുടെ ബോഡിയിൽ ഒരു അളവ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൂടിയാലും എന്ത് പറ്റും? അത് ഹോമിയോസ്റ്റാസിസിൽ ചേഞ്ച് വരുത്തും. കുറഞ്ഞാലും ഹോമിയോസ്റ്റാസിസിൽ ചേഞ്ച് വരുത്തും. ആ നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഹോമിയോസ്റ്റാസിസ്. മനസ്സിലായോ? അപ്പോൾ ഈ എക്സ്ക്രീഷൻ എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് എക്സ്ക്രീഷൻ? എക്സ്ക്രീഷൻ ഇസ് ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് ദ മെറ്റബോളിക് വേസ്റ്റ് ഫ്രം അവർ ബോഡി. നമ്മളെ ബോഡിയിൽ നിന്ന് മെറ്റബോളിക് വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ മെറ്റബോളിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡിയിൽ മെറ്റബോളിക് ആക്ടിവിറ്റി ഒരുപാട് നടക്കുന്നുണ്ട്. സെല്ലിൽ, നമ്മുടെ ബോഡി സെല്ലിൽ ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം റിസൾട്ടായിട്ട് സെവറൽ ബൈ പ്രൊഡക്ട്സ് ആർ ഫോംഡ്. ഈ ബൈ പ്രൊഡക്ട്സ് ഫോർമേഷൻ ഒരു ലിമിറ്റിലപ്പുറം എക്സീഡ് ചെയ്താൽ ദാറ്റ് വിൽ ബിക്കം ഡേഞ്ചേഴ്സ് ടു അവർ ബോഡി. അപ്പോൾ അത്തരം എക്സീഡ് ചെയ്യുന്ന ബൈ പ്രൊഡക്ട്സിനെയാണ്, അല്ലെങ്കിൽ ടോക്സിക് സബ്സ്റ്റൻസസ്, ചില ബൈ പ്രൊഡക്ട്സ് അതിൽ ടോക്സിക് സബ്സ്റ്റൻസസ് ആണ്. അത്തരം ടോക്സിക് സബ്സ്റ്റൻസസിനെയും എക്സീഡ് ചെയ്യുന്ന ബൈ പ്രൊഡക്ട്സിനെയാണ് നമ്മൾ ഈ മെറ്റബോളിക് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ബൈ പ്രൊഡക്ട്സ് ആണ് നമ്മളെ ബോഡിയിൽ ഫോം ചെയ്യുന്നത്? ഫസ്റ്റ് എന്തായിരുന്നു? നൈട്രജനിയസ് കോമ്പൗണ്ട്സ്. ഓക്കെ, നൈട്രജനിയസ് കോമ്പൗണ്ട്സ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ, ഇതൊക്കെയാണ് മെയിൻ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബൈ പ്രൊഡക്ട്സ്. ഇത് കൂടിയാലാണ് നമ്മൾ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് അല്ലെങ്കിൽ മെറ്റബോളിക് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ബൈ പ്രൊഡക്ട്സ്, എക്സീഡ് ചെയ്യുന്ന ബൈ പ്രൊഡക്ട്സ് നമ്മൾ ഇറ്റ് ഷുഡ് ബി റിമൂവ്ഡ്. അപ്പോൾ ആ പ്രോസസ്സാണ് എക്സ്ക്രീഷൻ. ഈ എക്സ്ക്രീഷൻ എന്നുള്ള പ്രോസസ്സിനോട് കൂടി നമ്മുടെ ബോഡിയിലെ ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതെങ്ങനെയാണ്? നമ്മൾ ഒരുപാട് എക്സ്ക്രീറ്ററി ഓർഗൻസ് ഉണ്ട് അല്ലേ? ആ ഓരോ ഓർഗൻസും എങ്ങനെയാണ് ഈ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും എന്തൊക്കെ ബൈ പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നതെന്നുമൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ബോഡി സെല്ലിലാണ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നത്. അപ്പോൾ ഈ ബോഡി സെല്ലിൽ എത്തുന്ന ബൈ പ്രൊഡക്ട്സ് എങ്ങനെയാണ് ഈ എക്സ്ക്രീറ്ററി ഓർഗൻസിൽ എത്തുന്നതെന്ന് നോക്കാം. ഇനി സെല്ലിൽ ഫോം ചെയ്യുന്ന ബൈ പ്രൊഡക്ട്സ് എങ്ങനെയാണ് അതാത് എക്സ്ക്രീറ്ററി ഓർഗൻസിൽ എത്തുന്നതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു എവിടെയാണ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നത്? സെല്ലിൽ വെച്ച്. സെല്ലിൽ വെച്ച് നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ടായിട്ട് ഫോം ചെയ്യുന്ന ബൈ പ്രൊഡക്ട്സ് ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ ബ്ലഡിലെത്തുന്നു. ഇനി ബ്ലഡിൽ വെച്ച് എക്സസീവായി വരുന്ന ബൈ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ബൈ പ്രൊഡക്ട്സ്, അതായത് നമ്മൾ പറഞ്ഞ മെറ്റബോളിക് വേസ്റ്റ്, അതാത് എക്സ്ക്രീറ്ററി ഓർഗൻസിലോട്ടൊക്കെ എത്തുന്നു. ഈ എക്സ്ക്രീറ്ററി ഓർഗൻസിൽ വെച്ചാണ് അത് പിന്നീട് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത്. സോ എന്താ പറഞ്ഞ്? മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ടായിട്ട് സെല്ലിൽ ഫോം ചെയ്യുന്ന ബൈ പ്രൊഡക്ട്സ് ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ ബ്ലഡിലെത്തുന്നു. ബ്ലഡിൽ നിന്ന് എക്സസീവായിട്ട് വരുന്ന ബൈ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ട് വരുന്ന സബ്സ്റ്റൻസസ് അതാത് എക്സ്ക്രീറ്ററി ഓർഗൻസിൽ എത്തുന്നു. അത് പിന്നീട് എക്സ്ക്രീറ്ററി ഓർഗൻസിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ലെറ്റ്സ് സീ ഏതൊക്കെ ഓർഗൻസ് ആണ് എക്സ്ക്രീഷൻ എന്നുള്ള പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നത് നോക്കാം. ദേ ആർ കോൾഡ് എക്സ്ക്രീറ്ററി ഓർഗൻ. എക്സ്ക്രീറ്ററി ഓർഗൻസ് ആർ ഓർഗൻസ് ദാറ്റ് ഹെൽപ്സ് ടു എലിമിനേറ്റ് ദ വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം അവർ ബ്ലഡ് ആൻഡ് മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. ഓർഗൻസ് വിച്ച് ഹെൽപ്സ് നമ്മളെ ബ്ലഡിൽ നിന്ന് വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുന്ന ഓർഗൻസ് ആണ് അല്ലേ എക്സ്ക്രീറ്ററി ഓർഗൻസ്. ഏതൊക്കെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ് നമ്മുടെ ബോഡിയിൽ മെയിനായിട്ടുള്ളത്? ഫസ്റ്റ് വൺ എന്താ? സ്കിൻ.
സ്കിൻ എന്താ ചെയ്യുന്നത്? എക്സ്പെൽ ദ വാട്ടർ ആൻഡ് സോൾട്ട്. നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡിൽ ഫോം ചെയ്യുന്ന എക്സസീവായിട്ടുള്ള വാട്ടറിനെയും സോൾട്ടിനെയും എക്സ്പെൽ ചെയ്യുകയാണ് സ്കിന്ന്. എങ്ങനെ? നമ്മൾ സ്വെറ്റ് ചെയ്യാറുണ്ട് അല്ലേ? ഈ സ്വെറ്റിൽ എന്തൊക്കെയുള്ള വാട്ടറും സോൾട്ടും. അങ്ങനെ സ്വെറ്റിലൂടെ ദേ എക്സ്പെൽ ദ വാട്ടർ ആൻഡ് സോൾട്ട്. ലങ്സ് റെസ്പിറേഷൻ്റെ റിസൾട്ടായിട്ട് ഫോം ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ വാട്ടർ എലിമിനേറ്റ് ദ വാട്ടർ വേപ്പർ. കാർബൺ ഡൈ ഓക്സൈഡോ ലങ്സിലൂടെയാണ് എക്സ്പെൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഓർഗൻ എന്ന് പറയുന്നത് ലിവറാണ്. ഈ ലിവർ എന്ന് പറയുന്ന ഓർഗനാണ് ഒരേ ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ വിച്ച് ഡു നോട്ട് ഡയറക്ട്ലി എക്സ്ക്രീറ്റ് ദ പ്രോഡക്റ്റ്. ഡയറക്റ്റായിട്ട് പ്രോഡക്ട്സിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ എന്താ നടക്കുന്നത്? സിന്തസിസ് ഓഫ് യൂറിയ. നമ്മുടെ ലിവറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബൈ പ്രോഡക്ട്സിൻ്റെ പേരിൽ നൈട്രോജീനിയസ് കോമ്പൗണ്ട്സ് അല്ലേ? അതിൽ ചില നൈട്രോജീനിയസ് കോമ്പൗണ്ട്സ് എന്താണ്? ടോക്സിക് ആണ്. അതിൽ വൺ ഓഫ് ദം ആണ് അമോണിയ എന്ന് പറയുന്നത്. ഈ അമോണിയയെ ടോക്സിക് ആയിട്ടുള്ള അമോണിയ ലെസ് ടോക്സിക് ആയിട്ടുള്ള യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഫംഗ്ഷനാണ് ആർക്ക്? ലിവറിന്. മനസ്സിലായോ? അപ്പോൾ സിന്തസിസ് ഓഫ് യൂറിയ ആണ് അവിടെ നടക്കുന്നത്. ഈ യൂറിയ എന്നിട്ട് പിന്നീട് എവിടിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ കിഡ്നിയിലൂടെയാണ് എക്സ്പെൽ ചെയ്യുന്നത്. ഇപ്പോൾ കിഡ്നീൻ്റെ ഫംഗ്ഷൻ എന്താ? എക്സ്പെൽ ദ യൂറിയ, വാട്ടർ ആൻഡ് സോൾട്ട്. നമ്മൾ യൂറിനായിട്ട് പാസ് ചെയ്യാറുണ്ട് അല്ലേ? അതിലെന്തൊക്കെയാണ് ഉള്ളത്? യൂറിയ, വാട്ടർ ആൻഡ് സോൾട്ട്. അപ്പോൾ എന്തൊക്കെയാണ് എക്സ്ക്രീറ്ററി ഓർഗൻസ്? സ്കിൻ, ലങ്സ്, ലിവർ ആൻഡ് കിഡ്നി. സ്കിന്നിൻ്റെ ഫംഗ്ഷൻ എന്താ? എക്സ്പെൽ ദ വാട്ടർ ആൻഡ് സോൾട്ട്. ലങ്സിൽ എന്താണ് എക്സ്പെൽ ചെയ്യുന്നത്? ദേ എക്സ്പെൽ ഓർ എലിമിനേറ്റ് ദ കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ലിവറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദേ സിന്തസൈസ് ദ യൂറിയ. യൂറിയയെ സിന്തസൈസ് ചെയ്യുന്നു. അമോണിയ എന്നുള്ള ടോക്സിക് കോമ്പൗണ്ട്സിനെ ലെസ് ടോക്സിക് ആയിട്ടുള്ള യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ലിവറിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ എന്താ? സിന്തസിസ് ഓഫ് യൂറിയ. ഇനി ഈ യൂറിയ എങ്ങോട്ടാണ് പോകുന്നത്? കിഡ്നിയിലോട്ട് അല്ലേ? അപ്പോൾ കിഡ്നീൻ്റെ ഫംഗ്ഷൻ എന്താ? എക്സ്പെൽ ദ യൂറിയ, വാട്ടർ ആൻഡ് സോൾട്ട്. യൂറിനായിട്ട് അത് പോകുന്നു. യൂറിനിൽ എന്തൊക്കെയാണ്? യൂറിയ, വാട്ടർ ആൻഡ് സോൾട്ട്. നമ്മുടെ ബോഡിയിലെ മെയിൻ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഏതാണെന്നും അത് എന്തൊക്കെയാണ് എക്സ്പെൽ ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മുടെ ബോഡിയിലെ മെയിൻ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു സാധനമുണ്ട്, ഫീസസ് അല്ലെങ്കിൽ സ്റ്റൂൾ എന്ന്. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് മെൻഷൻ ചെയ്യാഞ്ഞത്? ബിക്കോസ് ദിസ് സ്റ്റൂൾ അല്ലെങ്കിൽ ഫീസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ മെറ്റബോളിക് വേസ്റ്റ്. എന്താണ് ഈ മെറ്റബോളിക് വേസ്റ്റ് എന്ന് പറഞ്ഞിരുന്നത്? നമ്മുടെ സെല്ലിൽ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ടായിട്ട് ഫോം ചെയ്യുന്ന ബൈ പ്രോഡക്ട്സ്. അതിൽ എക്സസീവായിട്ട് വരുന്ന അല്ലെങ്കിൽ ടോക്സിക് ആയിട്ട് വരുന്നതാണ് നമ്മുടെ മെറ്റബോളിക് വേസ്റ്റ്. ഈ ഫീസസ് അല്ലെങ്കിൽ സ്റ്റൂൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ബോഡിയിലെ ഡൈജഷൻ്റെ ശേഷം വരുന്ന അൺഅബ്സോർബ്ഡ് അല്ലെങ്കിൽ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിൻ്റെ ആ വേസ്റ്റാണ് എന്ത്? ഈ സ്റ്റൂള് അല്ലെങ്കിൽ ഫീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അൺഡൈജസ്റ്റ്. ഇസ് എ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് ദ അൺഡൈജസ്റ്റ് ഓർ അൺഅബ്സോർബ്ഡ് ഫുഡ് ഫ്രം അവർ ബോഡീനെ നമ്മൾ എന്താ പറയുക? ഇജഷൻ എന്നാ പറയാം. മനസ്സിലായല്ലോ? എക്സ്ക്രീഷൻ ഇസ് എ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് മെറ്റബോളിക് വേസ്റ്റ് ഫ്രം അവർ ബോഡി. Excretion. Egestion, it's a process of elimination of undigested or unabsorbed food from our body. ആ അൺഡൈജസ്റ്റഡ് ഓർ അൺഅബ്സോർബ്ഡ് ഫുഡാണ് എന്ത്? ഫീസസ് അല്ലെങ്കിൽ സ്റ്റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എലിമിനേറ്റ് ചെയ്യുന്ന ഓർഗൻ ഏതാണ്? ആനസ് ആൻഡ് റെക്ടം അല്ലേ? അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് എക്സ്ക്രീഷൻ എന്നും ഇജഷൻ എന്നും, എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റൂളിനെ അതായത് ഈ റക്തത്തിനെ ആനസിനൊക്കെ എന്തുകൊണ്ടാണ് എക്സ്ക്രീറ്ററി ഓർഗൻസിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാത്തതെന്നും ആ മെറ്റീരിയൽസ് നമ്മൾ എന്തുകൊണ്ടാണ് മെൻഷൻ ചെയ്യാത്തതെന്നൊന്നും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോരോ എക്സ്ക്രീറ്ററി ഓർഗൻസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ അബൌട്ട് ദ ലിവർ. നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ ആരാണ്? വിച്ച് ഇസ് കോൾഡ് ലിവർ അല്ലേ? നമ്മളുടെ ബോഡിയിലെ ലാർജസ്റ്റ് എക്സ്റ്റേണൽ ഓർഗൻ ആരാന്ന് ചോദിച്ചാൽ എന്താ പറയുക? ദാറ്റ് ഇസ് സ്കിൻ. നമ്മുടെ ബോഡിയിൽ ജനറലായിട്ട് ലാർജസ്റ്റ് ഓർഗൻ എന്ന് ചോദിച്ചാലോ അതും സ്കിന്നാണ്. അപ്പം ഇൻറ്റേർണൽ ഓർഗൻ എന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചാൽ ദാറ്റ് ഈസ് ലിവർ. ഓക്കെ, അപ്പം നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ ഇസ് ലിവർ. അതിൻ്റെ പൊസിഷൻ എവിടെയാണ്? നമ്മുടെ അബ്ഡോമൻ്റെ റൈറ്റ് അപ്പർ പോർഷനിൽ. അബ്ഡോമൻ്റെ റൈറ്റ് അപ്പർ പോർഷനിൽ. ഓക്കെ, വിച്ച് ഈസ് ബിനീത്ത് ദ ഡയഫ്രം ആൻഡ് അബവ് ദ സ്റ്റൊമക്ക്. സി ദിസ് പിക്ചർ. ഇത് നമ്മുടെ ലങ്സ് ആണ് അല്ലേ? ലങ്സിൻ്റെ താഴെ എന്തുണ്ട്? ഒരു മസ്കുലർ വാൾ ഉണ്ട് വിച്ച് ഇസ് കോൾഡ് ഡയഫ്രം. ഈ ഡയഫ്രത്തിൻ്റെ താഴെയായിട്ടും ബിനീത്ത് ദ ഡയഫ്രം ആൻഡ് എബവ് ദ സ്റ്റൊമക്ക്. ഇത് നമ്മുടെ സ്റ്റൊമക്കാണ്. ഈ സ്റ്റൊമക്കിൻ്റെ എബവ് ആയിട്ടാണ്
എന്തിൻ്റെ ലൊക്കേഷൻ? ലിവറിൻ്റെ ലൊക്കേഷൻ. മനസ്സിലായോ? ലൊക്കേറ്റഡ് അപ്പർ റൈറ്റ് പോർഷൻ ഓഫ് ദ അബ്ഡോമൻ, നമ്മുടെ അബ്ഡോമൻ്റെ അപ്പർ റൈറ്റ് പോർഷനായിട്ടും ഇനി ബിനീത്ത് ഡയഫ്രം ആൻഡ് എബവ് ദ സ്റ്റൊമക്. മനസ്സിലായല്ലോ? ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എക്സ്ക്രീറ്ററി ഫങ്ഷൻസ് മാത്രമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, എന്താണ് എക്സ്ക്രീറ്ററി ഫങ്ഷൻ ലിവറിൻ്റെ? ലിവർ കൺവേർട്സ് ദ സബ്സ്റ്റൻസസ് which is toxic that reaches the body and which is produced inside the body into harmless substances. എന്താ പറഞ്ഞു? നമ്മളെ ബോഡിയിലെത്തുന്ന ടോക്സിക് സബ്സ്റ്റൻസസിന് നമ്മൾ ഡ്രഗ്സിലൂടെ ആവാം, ഫുഡ്സിലൂടെ ആവാം, അതേപോലെ തന്നെ നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ ലൈക്ക് ആൽക്കഹോൾ അല്ലെങ്കിൽ അതർ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുമ്പോൾ അതിലൂടെ വരുന്ന ടോക്സിക് സബ്സ്റ്റൻസ് ആവാം. അത് പുറത്തുനിന്ന് വരുന്ന സബ്സ്റ്റൻസ് ടോക്സിക് സബ്സ്റ്റൻസ് മാത്രമാണോ? അല്ല, നമ്മളെ ബോഡിയിൽ തന്നെ മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് കിട്ടുന്ന ബൈ പ്രൊഡക്ട്സിൽ ചിലത് എന്താണ്? ടോക്സിക് ആണ്. അത്തരം ടോക്സിക് സബ്സ്റ്റൻസസിനെയും ലെസ് ടോക്സിക് ആയിട്ട് അല്ലെങ്കിൽ ഹാംലെസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? ലിവറാണ്. ഓക്കെ, ലിവർ കൺവേർട്സ് ദ ടോക്സിക് സബ്സ്റ്റൻസസ് ദാറ്റ് റീച്ചസ് ദ ബോഡി. പുറത്തുനിന്ന് വരുന്ന ഫുഡ്സിലൂടെയും ആൽക്കഹോൾ കൂടെയും ഡ്രിങ്ക്സിലൂടെയും പലതിലും വരുന്ന ഡ്രഗ്സിലൂടെയൊക്കെ വരുന്ന ടോക്സിക് സബ്സ്റ്റൻസസിനെയും അതുപോലെ തന്നെ ദ ടോക്സിക് സബ്സ്റ്റൻസസ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ ബോഡി, നമ്മളെ ബോഡിയിൽ തന്നെ മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ റിസൾട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിക് സബ്സ്റ്റൻസസിനെയും കൺവേർട്സ് ഇൻ ടു ഹാംലെസ് സബ്സ്റ്റൻസസ്. മനസ്സിലായോ? അതിനൊരു എക്സാമ്പിളാണ് എന്ത്? അമോണിയ which is toxic substances converted into urea which is less in toxic. അമോണിയ എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഓഫ് അമിനോ ആസിഡിൻ്റെ റിസൾട്ടായിട്ട് ഒരുപാട് നൈട്രോജീനിയസ് സബ്സ്റ്റൻസസ് കിട്ടുന്നുണ്ട്. അതിൽ അമോണിയ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ് കൂടുതൽ ടോക്സിക്, ഹൈലി ടോക്സിക്. ഇത്തരം ഹൈലി ടോക്സിക് ആയിട്ടുള്ള അമോണിയയെ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ലെസ് ടോക്സിക്. ഓക്കെ, അപ്പം അമോണിയ വിച്ച് ഇസ് ഹൈലി ടോക്സിക് ഈസ് കൺവേർട്ടഡ് ഇൻ ടു യൂറിയ വിച്ച് ഇസ് ലെസ് ടോക്സിക്. ഇതാണ് വൺ ഓഫ് ദ എക്സാമ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം അമോണിയ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, പിന്നീട് എങ്ങനെയാണ് യൂറിയയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അമിനോ ആസിഡ്സ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ. നമ്മളെ ബോഡിയിലെ ബിൽഡിംഗ് ബ്ലോക്കേഴ്സ് എന്ന് അറിയപ്പെടുന്ന ആരെയാണ്? പ്രോട്ടീൻ അല്ലേ? ഈ പ്രോട്ടീൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? അമിനോ ആസിഡ്സ് ആർ ഫോംഡ്. മനസ്സിലായോ? ഇനി ഈ അമിനോ ആസിഡ്സിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ടായിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? സെവറൽ നൈട്രോജനിയസ് ബൈ പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നത്. എന്താ പറഞ്ഞേ? നമ്മൾ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്തിനെ ഫോം ചെയ്യുന്നു? അമിനോ ആസിഡ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ. ഇനി മെറ്റബോളിസം ഓഫ് അമിനോ ആസിഡ്, ഈ അമിനോ ആസിഡിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി എവിടെ വെച്ചിട്ട്? സെല്ലിൽ വെച്ചിട്ടുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ടായിട്ട് സെവറൽ നൈട്രോജനിയസ് ബൈ പ്രൊഡക്ട്സ് ആർ ഫോംഡ്. ഒരുപാട് നൈട്രോജനിയസ് ബൈ പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. അതിൽ അമോണിയ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ് ഏറ്റവും ടോക്സിക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് അമോണിയ ഫോം ചെയ്യുന്നത് ചോദിച്ചാൽ എന്താ എഴുതുക? ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് അമിനോ ആസിഡ്. Amino acid are formed as a result of breakdown of protein. Any metabolic activity of amino acid result in the formation of several nitrogenous byproducts. Okay, metabolic activity of amino acid result in the formation of several nitrogenous byproducts. Among these nitrogenous byproducts, ammonia ആണ് ഏറ്റവും ഹൈലി ടോക്സിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമോണിയയാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എവിടെയാണ് ഈ മെറ്റബോളിക് ആക്ടിവിറ്റി നടക്കുന്നത്? സെല്ലിൽ വെച്ചിട്ടല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫ്ലോ ചാർട്ട് പറഞ്ഞിരുന്നു. സെല്ലിൽ നിന്ന് ഫോം ചെയ്യുന്ന മെറ്റബോളിക് വേസ്റ്റിനെ ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ ബ്ലഡിൽ എത്തിക്കുന്നു. ബ്ലഡിൽ നിന്ന് അതാത് എക്സ്ക്രീറ്ററി ഓർഗൻസിലോട്ടൊക്കെ എത്തിക്കുന്നു. അത് പിന്നീട് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ അമോണിയ എവിടെയാണ് ഫോം ചെയ്യുന്നത്? സെല്ലിൽ. ഇനി സെല്ലിൽ നിന്നുള്ള അമോണിയം എങ്ങോട്ടൊക്കെ ഡിഫ്യൂസ് ചെയ്യും? ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ ബ്ലഡിലെത്തും. ഈ ബ്ലഡ് എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? അമോണിയ യൂറിയ ആക്കുന്ന എക്സ്ക്രീറ്ററി ഓർഗൻ ലിവറാണ് അല്ലേ? അപ്പം ഇത് ലിവറിലോട്ടൊക്കെ എത്തിക്കും. ഇനി ലിവറിൽ വെച്ചിട്ട് ഈ ഹൈലി ടോക്സിക് ആയിട്ടുള്ള അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈംസ്
എൻസൈംസിൻ്റെ പ്രസൻസിൽ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റലിസ്റ്റ് അല്ലേ? നമ്മൾ ഒരു റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യാനുള്ള കാറ്റലിസ്റ്റ്. അപ്പം അമോണിയ ലിവറിൽ വെച്ചിട്ട് അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് കൺവേർട്ട് ചെയ്ത് ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈമിന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ സിന്തസിസ് ഓഫ് യൂറിയ ചോദിച്ചാൽ യു ക്യാൻ റൈറ്റ് ഫ്രം ഹിയർ. Amino acid formed as a result of breakdown of protein. Metabolic activity of amino acid result in the formation of several nitrogenous byproducts. ഇതിൽ ഈ ബൈപ്രൊഡക്ട്സിൽ ഏറ്റവും എന്താണ് ഹൈലി ടോക്സിക് എന്ന് പറയുന്നത് അമോണിയ ആണ്, വിച്ച് ഷുഡ് ബി റിമൂവ്ഡ്. അപ്പോൾ ഈ അമോണിയ വിച്ച് ഇസ് ഫോംഡ് ഇൻസൈഡ് ദ സെൽ എങ്ങോട്ടേക്ക് പോകണം? ബ്ലഡിലോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്യണം. എന്നിട്ട് ബ്ലഡിൽ നിന്ന് ലിവറിലോട്ട് എത്തുന്നു. ലിവറിൽ വെച്ചിട്ടാണ് അമോണിയ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം അമോണിയ ഫ്രം ദ ലിവർ കമ്പൈൻസ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അമോണിയ ലിവറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് ആരുടെ പ്രസൻസിൽ? എൻസൈംസിൻ്റെ പ്രസൻസിൽ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. മനസ്സിലായോ എങ്ങനെയാണ് അമോണിയ ഫോം ചെയ്യുന്നതെന്നും യൂറിയ സിന്തസൈസ് ചെയ്യുന്നതെന്നും? മനസ്സിലായല്ലോ? നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മൾ ടോക്സിക് ആയിട്ടുള്ള അമോണിയയെ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്തിൻ്റെ സഹായത്തോടെ നമ്മൾ കൺവേർട്ട് ചെയ്തത്? കമ്പൈനിങ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ അല്ലേ? നമ്മൾ റെസ്പിറേഷൻ എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുന്നില്ല. എക്സസീവായിട്ട് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ പുറന്തള്ളുന്നത്, എക്സ്പെൽ ചെയ്യുന്നത്. സം ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ആർ നീഡഡ് ഫോർ അവർ ബോഡി. ഇവിടെ നമ്മൾ അമോണിയനെ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ആരായിട്ട് കമ്പൈൻ ചെയ്തു? കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിന് എന്തിൻ്റെ എക്സാമ്പിളാണ്? ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളുടെ ബോഡിയിൽ അതർ ലൈഫ് പ്രോസസ്സിന് യൂസ് ചെയ്യുന്നതെന്നുള്ള എക്സാമ്പിളാണ്. ഓക്കെ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ലെവലിൽ മുകളിൽ ഇൻക്രീസ് ചെയ്താലേ ഇത് നമ്മുടെ ബോഡിയിൽ ഡേഞ്ചർ സിറ്റുവേഷൻസ് ഉണ്ടാക്കുകയുള്ളൂ. സോ കാർബൺ ഡൈ ഓക്സൈഡും നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എങ്ങനെയാണ് ഈ ലിവർ ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? ബൈ സിന്തസിസ് ഓഫ് യൂറിയ അല്ലേ? ടോക്സിക് ആയിട്ടുള്ള അമോണിയനെ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതോടുകൂടെ ഇപ്പോൾ ടോക്സിക് ലെവൽ നമ്മുടെ ബോഡിയിൽ നിന്ന് കുറയുമ്പോൾ ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ യൂറിയ പിന്നീട് നമ്മുടെ ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്? ത്രൂ കിഡ്നി. ഇത് കിഡ്നിയിലെത്തുന്നു, കിഡ്നിയിലൂടെ യൂറിൻ വഴിയാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ലിവർ ഈ യൂറിയ സിന്തസൈസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ലിവർ ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബിക്കോസ് നമ്മുടെ ബോഡിയിൽ ടോക്സിക് സബ്സ്റ്റൻസസ് ഇങ്ങനെ അടിഞ്ഞുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ആ ടോക്സിക് സബ്സ്റ്റൻസസിനെ ലെസ് ടോക്സിക് ആയിട്ടുള്ള യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ ലിവറിൻ്റെ റോൾ കഴിഞ്ഞു. അവിടെ ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്തു. ഇനി ഈ ലിവറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിയ അത് പിന്നീട് കിഡ്നിയിലെത്തുകയും കിഡ്നിയിൽ നിന്ന് യൂറിൻ വഴിയാണ് ഇത് നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? നമ്മുടെ ലിവറിൻ്റെ മെയിൻ ഫങ്ഷൻ എന്തായിരുന്നു? നമ്മുടെ ലിവർ കൺവേർട്സ് ദ ടോക്സിക് സബ്സ്റ്റൻസസ് ദാറ്റ് റീച്ചസ് ദ ബോഡി ആൻഡ് വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ ബോഡി ഇൻ ടു ഹാംലെസ് സബ്സ്റ്റൻസസ് അല്ലേ? നമ്മുടെ ബോഡിയിൽ എത്തുന്നതും നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിക് സബ്സ്റ്റൻസസിനെ ഹാംലെസ് സബ്സ്റ്റൻസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ലിവറിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ പോയ്സണസ് സബ്സ്റ്റൻസസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇതിനെന്തിന് ലീഡ് ചെയ്യും? നമ്മുടെ ലിവർ സെല്ലിൽ ഡാമേജ് ഉണ്ടാക്കും. മനസ്സിലായോ? ഇങ്ങനെ കോൺസ്റ്റൻറ്റ് കോണ്ടാക്ട് വിത്ത് ദിസ് പോയ്സണസ് സബ്സ്റ്റൻസസ് ലീഡ് ടു ഡാമേജ് ഇൻ ദ ലിവർ സെൽസ്. പക്ഷെ നമ്മുടെ മറ്റു ഓർഗൻസിനെ പോലെയല്ല ലിവർ. ദേ ഹാവ് എബിലിറ്റി ടു റീജനറേറ്റ്, പുനർജീവിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, അൺലൈക്ക് അതർ ഓർഗൻ ദേ ഹാവ് എബിലിറ്റി ടു റീജനറേറ്റ് ദിസ് ഡാമേജ്ഡ് സെൽസ്. പുതിയ സെൽസ് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഡാമേജ് ചെയ്താലും അതിനെല്ലാം പുനർജീവിക്കാൻ റീജനറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. പക്ഷേ ഒരുപാട് പോയ്സണസ് സബ്സ്റ്റൻസസ് ആയിട്ട് കോണ്ടാക്ട് ഇങ്ങനെ ഡെയിലി വരുവാണെങ്കിൽ ദിസ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ സെൽസ് ബിക്കം ഹയർ ദാൻ റീജനറേറ്റിംഗ് പവർ. റീജനറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരുപാട് പോയ്സൺസ് വന്ന് അടിഞ്ഞു കൂടുകയാണെങ്കിൽ എന്ത് കൂടും? അവിടെ ഡിസ്ട്രക്ഷൻ ഓഫ് സെല്ലാണ് കൂടുതൽ ഉണ്ടാവുക ദെൻ ദ റീജനറേറ്റിംഗ് പവർ. റീജനറേറ്റ് ചെയ്താലും ആ ന്യൂ സെൽസിനെല്ലാം ഈ പോയ്സണസ് സബ്സ്റ്റൻസസ് ഡാമേജ് ആവും. ഇതെന്തിനെ ലീഡ് ചെയ്യും? കംപ്ലീറ്റ് ലിവർ സെൽസിൽ ഡാമേജ് വരുത്തും, കംപ്ലീറ്റ് ലിവർ ഡാമേജ് ഉണ്ടാക്കും. മനസ്സിലായോ? എക്സാമ്പിൾ ലൈക്ക് ആൽക്കഹോൾ, ഡെയിലി ആൽക്കഹോൾ കൺസപ്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഡെയിലി പോയ്സണസ് സബ്സ്റ്റൻസസ് വന്നിങ്ങനെ ലിവറിൽ അടിഞ്ഞു കൂടാണ്. റീജനറേറ്റിംഗ് പവർ ഉണ്ടായാലും റീജനറേറ്റ് ചെയ്താലും പുതിയ സെൽസിനെല്ലാം ഈ പോയ്സണസ് സബ്സ്റ്റൻസസ് വന്ന്
ഡാമേജ് വരുത്തും. അത്തരം കേസിൽ നമുക്ക് ലിവർ ഡാമേജ് കാണും. അതർ കണ്ടീഷൻസ് ലൈക്ക് ഡെയിലി ആർട്ടിഫിഷ്യൽ ഫുഡ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുന്നവർക്ക്. ഓക്കെ, ഇനി ലെറ്റ് സി നെക്സ്റ്റ് എക്സ്ക്രീറ്ററി ഓർഗൻ, ദാറ്റ് ഈസ് സ്കിൻ. നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗൻ എന്നറിയപ്പെടുന്ന ആരാണ്? സ്കിന്നാണ്. സ്കിൻ ഇസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ അവർ ബോഡി. ലാർജസ്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ എന്ന് അറിയപ്പെടുന്നത് ആരായിരുന്നു? ലിവർ. ഓക്കെ, ലാർജസ്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ സ്പെസിഫൈ ചെയ്താൽ മാത്രമാണ് ലിവർ. ലാർജസ്റ്റ് എക്സ്റ്റേർണൽ ഓർഗൻ എന്നോ ലാർജസ്റ്റ് ഓർഗൻ എന്നൊക്കെ ചോദിച്ചാൽ അത് സ്കിന്നാണ്. നമ്മുടെ സ്കിന്നിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് സെർവ് ആസ് എ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് എഗെയിൻസ്റ്റ് ഹീറ്റ്, ലൈറ്റ്, ഇഞ്ചുറി, ഇൻഫെക്ഷൻസ്. ഒരു പ്രൊട്ടക്റ്റീവ്, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഷീൽഡാണ്, ഒരു കവറിങ് ആണ് എന്ത്? നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. എന്തിനൊക്കെ എതിരെ? ഹീറ്റ് ആവാം, ലൈറ്റ്, ഇഞ്ചുറി, ഇൻഫെക്ഷൻസ്. അതർ ഫങ്ഷൻ എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സ്കിന്നിന് മെയിൻലി 3 ലെയേഴ്സ് ആണുള്ളത്. ദാറ്റ് ഈസ് എപ്പിഡെർമിസ്, ഡെർമിസ് ആൻഡ് ഹൈപ്പോഡെർമിസ്. നമ്മൾ ഈ പുറമേ കാണുന്ന ടോപ്പ് ലെയറാണ് എന്ത്? എപ്പിഡെർമിസ്. അതിൻ്റെ താഴെയുള്ള തിക്ക് ലെയറാണ് ഡെർമിസ് എന്ന് പറയുന്നത്. ബോട്ടം ലെയറിനെയാണ് നമ്മൾ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്. ഡെർമിസ് അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് എന്താ പറഞ്ഞാൽ സ്റ്റഡി ഓഫ് എന്ത്? സ്കിൻ അല്ലേ. ഡെർമിസ് എന്ന് പറഞ്ഞാൽ സ്കിൻ റിലേറ്റഡ്. അപ്പോൾ ഈ ഡെർമിസിലാണ് നമ്മുടെ സ്വെറ്റ് പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ്, ദാറ്റ് ഈസ് സ്വെറ്റ് ഗ്ലാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. സ്വെറ്റ് ഗ്ലാൻഡ് അതുപോലെ തന്നെ നമ്മളെ എയറിൻ്റെ ഫോളിക്കിളെല്ലാം നിൽക്കുന്നത് എവിടെയാണ്? ഡെർമിസ്, അതായത് ഈ മിഡിൽ ലെയറിലാണ്. നമ്മുടെ ബോഡിയിൽ സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? സ്വെറ്റ് ഗ്ലാൻഡ് അല്ലേ. ഈ സ്വെറ്റ് ഗ്ലാൻഡ് ഇസ് സറൗണ്ടഡ് ബൈ ദ ലാർജ് നമ്പർ ഓഫ് ബ്ലഡ് കാപ്പിലറീസ്. ഈ സ്വെറ്റ് ഗ്ലാൻഡ്സിന് ചുറ്റും എന്തുണ്ട്? ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. ഈ ബ്ലഡ് കാപ്പിലറീസിലെത്തുന്ന സോൾട്ടും വാട്ടറും മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ റിസൾട്ടായിട്ട് വരുന്ന ബൈ പ്രൊഡക്ട്സ് നമ്മളെ ബ്ലഡിലോട്ടാണ് ഡിഫ്യൂസ് ചെയ്യുന്നത്, ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ. ഇങ്ങനെ എത്തുന്ന സോൾട്ടും വാട്ടറും എങ്ങോട്ട് എൻ്റർ ചെയ്യുന്നു? ഈ സ്വെറ്റ് ഗ്ലാൻഡിലോട്ട് എൻ്റർ ചെയ്യുന്നു. സ്വെറ്റ് ഗ്ലാൻഡിലൂടെ അത് നമ്മുടെ ബോഡി സർഫേസിൽ ഒരു വാട്ടർ ഡ്രോപ്സ് ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡാണ് സ്വെറ്റ് ഗ്ലാൻഡ്. ദിസ് സ്വെറ്റ് ഗ്ലാൻഡ് ഈസ് സറൗണ്ടഡ് ബൈ ദ ബ്ലഡ് കാപ്പിലറീസ്. ദ സോൾട്ട് ആൻഡ് വാട്ടർ which reaches this blood capillaries enters the sweat gland. Okay, salt and water which reaches the blood capillaries enters the sweat gland and ഈ ടൈനി ഡക്ട്സിലൂടെ. ഇത് സ്വെറ്റ് ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബോട്ടം ഒരു കോയിൽഡ് സ്ട്രക്ചറാണ്. എന്നിട്ട് ഒരു ടൈനി ഡക്ട്സ് ഉണ്ട് വിച്ച് എക്സ്റ്റെൻഡ്സ് ഇൻ ടു ടോപ്പ് ഓഫ് ദ സർഫേസ്. അപ്പോൾ ഈ കോയിൽഡ് സ്ട്രക്ചറിലോട്ട് എൻ്റർ ചെയ്യും എന്ത്? സോൾട്ടും വാട്ടറും. സ്വെറ്റിൻ്റെ മെയിൻ കോമ്പോസിഷനാണ് സോൾട്ടും വാട്ടറും. ഈ കോയിൽഡ് സ്ട്രക്ചറിലോട്ട് എൻ്റർ ചെയ്യും. എന്നിട്ട് ഈ ടൈനി ഡക്ട്സിലൂടെ നമ്മുടെ ബോഡി സർഫേസിലെത്തും. ഓക്കെ, ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ വാട്ടർ ഡ്രോപ്സ്. അങ്ങനെ സ്വെറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ബിക്കോസ് ഈ സ്വെറ്റിൽ നമ്മുടെ ബോഡി ഹീറ്റ് ആവുമ്പോഴാണല്ലേ നമ്മൾ സ്വെറ്റ് ചെയ്യാറ്. അപ്പോൾ ഈ സ്വെറ്റിലൂടെ ഈ ബോഡി സർഫേസിലെത്തുന്ന വാട്ടർ ഡ്രോപ്സിലൂടെ എന്ത് ചെയ്യും? ഹീറ്റ് ഇവാപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ബോഡി താനെ കൂളാവുന്നു. മനസ്സിലായോ? അപ്പം നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗൻ എന്ന് പറയുന്നത് ആരാണ്? സ്കിന്നാണ്. ഈ സ്കിന്നിന് 3 ലെയേഴ്സ് ഉണ്ട്: എപ്പിഡെർമിസ്, ഡെർമിസ് ആൻഡ് ഹൈപ്പോഡെർമിസ്. നമ്മളെ ബോഡിയിലെ സ്വെറ്റ് പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ് ആരാണ്? സ്വെറ്റ് ഗ്ലാൻഡ്. ദിസ് സ്വെറ്റ് ഗ്ലാൻഡ് ഇസ് സറൗണ്ടഡ് ബൈ ദ ബ്ലഡ് കാപ്പിലറീസ്, salt and water which reaches this blood capillaries enters this sweat gland എന്നിട്ട് appears as a water drops on the skin surface. അങ്ങനെ ഈ സ്വെറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുന്നു. അതോടുകൂടി നമ്മൾ എന്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ടെമ്പറേച്ചർ കൂടാൻ പാടുണ്ടോ? ഇല്ല. ഇങ്ങനെ കൂടിയപ്പോഴാണ് നമ്മൾ സ്വെറ്റ് ചെയ്തത്. ഈ സ്വെറ്റ് ചെയ്തതോടുകൂടി ആ ഹീറ്റ് ഇവാപ്പറേറ്റ് ചെയ്യും ഈ സ്വെറ്റിലൂടെ. അതോടുകൂടി നമ്മുടെ ബോഡി കൂളാവും, ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ സ്വെറ്റ് ചെയ്യുന്നതുകൂടെ നമ്മൾ ബോഡി ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, നമ്മൾ ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ മെയിൻ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് എന്താണ് ഇവിടെ? സോൾട്ടും വാട്ടറും. ഓക്കെ, അപ്പോൾ സ്കിൻ ഇസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ അവർ ബോഡി. സ്കിൻ ഹാവ് 3 ലെയേഴ്സ്, മെയിൻലി 3 ലെയേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഫങ്ഷൻസ്? ഇറ്റ് സെർവ് ആസ് എ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് അല്ലേ, ആൻഡ് ഓൾസോ ഇറ്റ് റെഗുലേറ്റ് അവർ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ ഈ സ്കിന്നിന് മെയിൻലി 3 ലെയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? എപ്പിഡെർമിസ്, ഡെർമിസ് ആൻഡ് ഹൈപ്പോഡെർമിസ്. ഈ ഡെർമിസിലാണ് നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡും എയർ ഫോളിക്കിളും എല്ലാം നിൽക്കുന്നത്. നമ്മുടെ സ്വെറ്റ് പ്രൊഡ്യൂസിങ് ഗ്ലാൻഡാണ് നമ്മൾ സ്വെറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ സ്വെറ്റ് ഗ്ലാൻഡിന് ചുറ്റും there are number of blood capillaries. ഈ ബ്ലഡ് കാപ്പിലറീസിലെത്തുന്ന സോൾട്ട് ആൻഡ് വാട്ടർ enters this sweat gland and reaches the body surface as വാട്ടർ ഡ്രോപ്സ്. ഈ വാട്ടർ ഡ്രോപ്സിലൂടെയാണ് ഹീറ്റ്
ഇവാപ്പറേറ്റ് ചെയ്യുന്നത്, അതോടുകൂടി നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇവിടെ നമ്മൾ സ്മോൾ എമൗണ്ട് ഓഫ് ദ വാട്ടർ, അതായത് ഇമ്പ്യൂരിറ്റീസ് ആണ് ഇതിലൂടെ കളയുന്നത്. മെയിൻ സോൾട്ടും വാട്ടറൊക്കെ ഇതിലൂടെയാണ് കളയുന്നത്, യൂറിൻ. ഓക്കെ, മനസ്സിലായല്ലോ സ്കിന്നിനെ കുറിച്ച്. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ലെറ്റ്സ് സമ്മറൈസ്. നമ്മൾ ഫസ്റ്റ് തന്നെ എന്താണ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞു അല്ലേ? എന്താണ് എക്സ്ക്രീഷൻ? എക്സ്ക്രീഷൻ ഇസ് എ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് മെറ്റബോളിക് വേസ്റ്റ് ഫ്രം അവർ ബോഡി. ഇങ്ങനെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെ റിസൾട്ടായിട്ട് ഫോം ചെയ്യുന്ന മെറ്റബോളിക് വേസ്റ്റ് സെല്ലിൽ നിന്ന് ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ ബ്ലഡിലെത്തുന്നു. ബ്ലഡിൽ നിന്ന് അതാത് എക്സ്ക്രീറ്ററി ഓർഗൻസിലെത്തുന്നു. ഏതൊക്കെയായിരുന്നു നമ്മുടെ ബോഡിയിലെ മെയിൻ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത്? സ്കിൻ, ലങ്സ്, liver and kidney. Skin expels water and salt. Lung expel carbon dioxide. The function of liver is synthesis of urea. Kidney expels urea, water and salt. നെക്സ്റ്റ് നമ്മൾ എക്സ്ക്രീറ്ററി ഓർഗനായ ലിവറിനെ കുറിച്ച് പറഞ്ഞു. ലിവറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് ടോക്സിക് അമോണിയയെ ലെസ് ടോക്സിക് ആയ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇനി ഇതിൽ പഠിക്കാനുള്ളത് അമോണിയ ഫോർമേഷനും യൂറിയ സിന്തസിസുമാണ്. അമിനോ ആസിഡ് ഫോംഡ് ബൈ ദ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ. ഈ അമിനോ ആസിഡിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെ റിസൾട്ടായിട്ടാണ് അമോണിയ ഫോം ചെയ്യുന്നത്. ഇനി ലിവറിൽ വെച്ച് അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് എൻസൈംസിന്റെ പ്രസൻസിൽ യൂറിയ ആയിട്ട് ഫോം ചെയ്യുന്നു. ഈ യൂറിയ കിഡ്നിയിലെത്തുകയും അത് പിന്നീട് യൂറിനായി പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഇനി ലെറ്റ്സ് സീ നെക്സ്റ്റ് എക്സ്ക്രീറ്ററി ഓർഗൻ, ദാറ്റ് ഈസ് സ്കിൻ. സ്കിന്നിന് മെയിൻലി 3 ലെയേഴ്സ് ആണുള്ളത്: എപ്പിഡെർമിസ്, ഡെർമിസ് ആൻഡ് ഹൈപ്പോഡെർമിസ്. ഡെർമിസ് ലെയറിലുള്ള സ്വെറ്റ് ഗ്ലാൻഡ് ആണ് നമ്മുടെ ബോഡിയിൽ സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The sweat glands are surrounded by blood capillaries at their base. When blood flows through these capillaries, salt and water from the blood enter the sweat gland. This appears as sweat drop on the skin surface. We know that നമ്മളുടെ ബോഡി ഹീറ്റ് ആകുമ്പോഴാണ് നമ്മൾ സ്വെറ്റ് ചെയ്യാറ്. ഒരു ചൂടുള്ള വെള്ളം എങ്ങനെയാണ് തണുക്കുക? അതിലെ ഹീറ്റ് ഇവാപ്പറേറ്റ് ചെയ്തു പോകുമ്പോൾ അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയും. ആ സ്വെറ്റിലൂടെ ഹീറ്റ് ഇവാപ്പറേറ്റ് ചെയ്തു പോകുമ്പോൾ നമ്മുടെ ബോഡി കൂളാകുന്നു. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സ്വെറ്റിംഗ് ഈസ് റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ. ലെറ്റ്സ് വൈൻഡ് അപ്പ് ഹിയർ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.